ഹലോ അസ്സലാമലൈക്കും. നമ്മൾക്ക് ഉന്നക്കായയുടെ റെസിപ്പീസ് കണ്ടാൽ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. എന്നാലും ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ 1 കിലോ പഴം എടുത്തിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെ തൊലി പൊട്ടി വരുമ്പോഴാണ് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. അതാണ് അതിൻ്റെ പരുവം. എന്നിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഒരു മുറി തേങ്ങയാണ് ഇതിലേക്ക് ആവശ്യം 1 കിലോ പഴത്തിനിട്ടാൽ. എന്നിട്ട് അതും ഇതുപോലെ ആ നെയ്യിലിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഉന്നക്കായ്ക്ക് ഇത്തിരി മധുരം വേണമല്ലോ. അപ്പം അങ്ങനെ പിന്നെ എന്നിട്ട് നമ്മളെ പഴം തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നന്നായി ഉടച്ചെടുക്കുക. സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുക്കറിലൊക്കെ അടിച്ചെടുക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരിക. എന്നിട്ട് കയ്യിൽ ഓയിൽ തേച്ചതിന് ശേഷം നമുക്ക് പഴം ഇങ്ങനെ പരത്തിയെടുത്തിട്ട് അതിൻ്റെ ഫില്ലിങ്ങും വെച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും സപ്പോർട്ടൊന്നും ചെയ്യാൻ മറക്കരുത്. നമ്മൾ പഴം ഫുള്ള് നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ചുമണ്ട് കുറേശ്ശെ. അപ്പോൾ അങ്ങനെ പിന്നെ ഇതുപോലെ എല്ലാതും ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്കിത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പിനൊന്നും കൂടിയും ഈസി ആവുമല്ലോ. ഒത്തിരി ഒരു 5 മിനിറ്റ് മുന്നേ നമ്മൾ ഫ്രീസറിൽ നിന്ന് നമുക്ക് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ചെടുക്കേണ്ട പണി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഒരുവിധം സ്നാക്സൊക്കെ ഇങ്ങനെ ഫ്രീസാക്കി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.